അപ്പനെ കള്ളനെന്ന് വിളിച്ച അപ്പൻ്റെ പേരിൽ പിരിവ് നടത്തിയ ആ ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് ഇപ്പോൾ കോൺഗ്രസ്സിലേക്കൊരു ചായ്വ്. ഈ അപ്പനെ കള്ളനെന്ന് വിളിച്ചവന്മാരുടെ പ്രസ്ഥാനത്തിനൊപ്പം ചേർന്ന ജോസ്മോനെ പറ്റിയാണോ പറയുന്നത്? അതെ, ജോസ്മോൻ മാണിസാർ എന്ന് പറയുന്ന മനുഷ്യൻ, മാണിസാറിനെ കുറിച്ച് പലർക്കും പല എതിരഭിപ്രായങ്ങളുണ്ടെങ്കിലും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ധനകാര്യ വകുപ്പ് മന്ത്രിയായിരുന്ന മാണിസാർ കൊണ്ടുവന്ന പദ്ധതികൾ മറക്കാൻ പറ്റത്തില്ല. കാരുണ്യ പദ്ധതികൾ പോലെ ഒരു വലിയ പദ്ധതികൾ കൊണ്ടുവന്നതൊന്നും മറക്കാൻ പറ്റത്തില്ല. ആ മനുഷ്യനെ ബാർക്കോഴ കേസിൽ പെടുത്തി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ തെളിയിക്കണം, തീർച്ചയായും തെളിയിക്കപ്പെട്ടിട്ടില്ല. ആ ബാർക്കോഴ കേസിൽ പെടുത്തി അദ്ദേഹത്തിന്റെ കോലം കത്തിച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ച് ബസ്സുകളിലൊക്കെ കയറി നിരങ്ങി പിച്ചെടുത്ത് ആ പണം എടുത്ത് അയച്ചു കൊടുത്ത് കോഴമാണി എന്ന് വിളിച്ച ഇടതുപക്ഷത്തിനൊപ്പം ചേർന്ന് നിന്ന ജോസ് കെ മാണി. മാണിസാറിന്റെ ആത്മാവ് പോലും ഒരുപക്ഷെ ഈ നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ വാഴ വെച്ചാൽ മതിയായിരുന്നു എന്നൊക്കെ തോന്നുന്ന തരത്തിൽ ചിന്തിച്ചിട്ടുണ്ടാകും. ആ ജോസ് കെ മാണിയും സംഘവും തിരിച്ച് UDF എത്താൻ ചർച്ച നടത്തുന്നു എന്നാണ് പുതിയ വിവരങ്ങൾ പുറത്തു വരുന്നത്. നമുക്ക് UDF സംബന്ധിച്ചിടത്തോളം അടുത്ത തവണ ഭരണം പിടിക്കുക എന്നത് വലിയ ആവശ്യമാണ്, UDF നിലനിൽപ്പിന്റെ ആവശ്യമാണ്. അപ്പോൾ UDF ഇപ്പം പറയത്തക്ക നേതാക്കളോ ഒന്നാമത് അവിടെ ഈ മുഖ്യമന്ത്രി സ്ഥാനത്തിന് കഴിഞ്ഞ ദിവസം ഈ ഗോവിന്ദന്റെ എം വി ഗോവിന്ദൻ പറഞ്ഞ പ്രസ്താവന അത് 23 പറഞ്ഞതാണ്. അപ്പോൾ 5ഓളം പേര് മുഖ്യമന്ത്രി സ്ഥാനം. അത് ഒരുപക്ഷെ വേറൊരു MV ഗോവിന്ദൻ മാഷ് അത് പറഞ്ഞെങ്കിലും കോൺഗ്രസിന്റെ ഒരു ജനാധിപത്യ സ്വഭാവത്തെ എടുത്ത് കാണിക്കുന്ന ഒരാളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചല്ലോ. അതായത് മരുമകളെ കാണിച്ചിട്ട് മോളെ കെട്ടിച്ചു വിടുന്ന ഒരു പരിപാടിയുണ്ട് ചില നാടുകളിൽ, അങ്ങനെ ഒരു ചൊല്ലുണ്ട്. VS അച്യുതാനന്ദനെ കാണിച്ചിട്ട് പിണറായി വിജയനെ മുഖ്യമന്ത്രിയാക്കാനൊന്നും കോൺഗ്രസ് പോകുന്നില്ലല്ലോ. അവർ പറയുന്നത് അവർക്ക് അഞ്ച് നേതാക്കന്മാർ മുഖ്യമന്ത്രിയാവാൻ താല്പര്യത്തോടെ അല്ലെങ്കിൽ അതിനുള്ള യോഗ്യതയുള്ളവരുണ്ട്. ആ പേര് പറഞ്ഞതിൽ ആർക്കാണ് യോഗ്യതയില്ലാത്ത? രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രിയാവാൻ യോഗ്യതയുണ്ട്, ശശി തരൂരിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട്, KC വേണുഗോപാലിന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട്, ഈ പറയപ്പെട്ട VD സതീശന് മുഖ്യമന്ത്രിയാകാൻ യോഗ്യതയുണ്ട്, ശശി തരൂരിന്. ഇവരെല്ലാവരും ക്വാളിഫിക്കേഷൻ ഉള്ളവരാണ്, ജനങ്ങൾക്ക് നടുവിൽ നിൽക്കുന്നവരാണ്, ജനങ്ങളോടൊപ്പം നിൽക്കുന്നവരാണ്. ആരാടാ CPM? അപ്പോൾ LDF ആരും ഇല്ല എന്നാണ്? അല്ല, LDF എത്രയോ പേരുണ്ട്, ഒറ്റയാളേ ഉള്ളൂ. അല്ല, LDF ജനങ്ങളുടെ മനസ്സിൽ ഒരുപാട് പേരുണ്ട്. ആ ജനങ്ങൾ പിണറായി വിജയനേക്കാൾ കൂടുതൽ മുഖ്യമന്ത്രിയോടാകണമെന്ന് ആഗ്രഹിക്കുന്ന നേതാവിന്റെ പേര് ശൈലജ ടീച്ചർ എന്ന. ശൈലജ ടീച്ചറിന് മുഖ്യമന്ത്രി എവിടെയില്ലല്ലോ, എങ്ങുമില്ല. EP ജയരാജന് മുഖ്യമന്ത്രി ആയിക്കൂടെ? പിണറായി വിജയൻ കഴിഞ്ഞാൽ അടുത്ത സീനിയർ മോസ്റ്റ് നേതാവല്ലേ EP ജയരാജൻ? എന്തിനാ പറയുന്നത് ഗോവിന്ദൻ മാഷിന് മുഖ്യമന്ത്രി ആയിക്കൂടെ? എന്താ പേര് പറയാൻ പറ്റാത്ത? അവിടെ പറയാൻ പറ്റത്തില്ല, അവിടെ ഏകാധിപത്യ ഭരണമാണ്. അപ്പൊ ജനാധിപത്യം നിലനിൽക്കുന്ന കോൺഗ്രസിൽ 5 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറയുന്നതിനോട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നല്ലതായിട്ടാണ് കാണുന്നത്. നോക്കൂ, ഇവിടെ CPM ഏരിയ കമ്മിറ്റി സമ്മേളനങ്ങളോടനുബന്ധിച്ച് നടക്കുന്ന ലോക്കൽ കമ്മിറ്റി സമ്മേളനങ്ങളിൽ കൊല്ലത്ത് 7 അടി നടക്കുന്ന എന്തുകൊണ്ടാണ്? അവിടെ മത്സരിക്കാൻ പാനൽ ഉണ്ടാകുന്നു. ഔദ്യോഗിക പാനലിനപ്പുറത്തേക്ക് അവിടുത്തെ ലോക്കൽ നേതാക്കന്മാർ പാനൽ അവതരിപ്പിക്കുമ്പോൾ ഈ പാനലിന് മത്സരിക്കാൻ പറ്റത്തില്ല. ഇവരുടെ കുടിയിൽ മാത്രമേ ഉള്ളൂ ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം. ആ ജനാധിപത്യപരമായ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോലും അസഹിഷ്ണുതയോടെ നേരിടുന്ന അവിടെയാണ് CPM സംസ്ഥാന നേതാക്കന്മാരെ പിടിച്ച് പൂട്ടിയിടുന്നത്. ആ പാവം പിടിച്ച വന്ധ്യവയോധികനായ രാജഗോപാൽ സഖാവിനെയും ഈ പറയപ്പെടുന്ന നമ്മുടെ സോമപ്രസാദ് XMP ഒക്കെ പിടിച്ച് പൂട്ടിയിട്ട് ചെയ്യിപ്പിക്കുന്നതല്ലേ? ഈ വാർത്ത എടുക്കാൻ പോയ മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയ അത് പോട്ടെ, അത് അവർക്കത് പ്രശ്നമില്ല. കാര്യം തള്ള ചവിട്ടിയ കുഞ്ഞിന് നോവില്ലെന്നാ. അതായത് BJPയോ കോൺഗ്രസോ ആണ് ചെയ്തെങ്കിൽ ഇപ്പോ പിന്നെ സംഘടനകളുടെ പത്രക്കുറിപ്പ് വന്നത് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വന്നത് ഇവർക്ക് പ്രശ്നമില്ല. അവര് CPM അവര് അർഹരാ, മാപ്രകൾക്ക് ഇത് വേണം, അവര് അർഹരാണ്. പക്ഷെ മാധ്യമപ്രവർത്തകരോട് അത് ചെയ്യുന്നതിനോട് എനിക്ക് യോജിപ്പില്ലെങ്കിലും അവരത് ചോദിച്ചു വാങ്ങിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നോക്കൂ, ഇപ്പോൾ ഇവിടേക്ക് വരും കേരള കോൺഗ്രസ് M UDF സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞ പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മധ്യ കേരളത്തിൽ കേരള കോൺഗ്രസ് എമ്മിനുള്ള അത് ജോസ്മോനോടുള്ള സ്നേഹമല്ല, മാണിസാറിനോടുള്ള സ്നേഹവും മുന്നേ നടന്നുപോയ പ്രസ്ഥാനങ്ങളോടുള്ള സ്നേഹവും ഒക്കെയാണ്. ഈ വളരും തോറും പിളരും തോറും ചെയ്യുന്ന മഹാപ്രസ്ഥാനമാണ് കേരള കോൺഗ്രസ്. കേരള കോൺഗ്രസ് ഇന്ന് മുറിഞ്ഞു ഉണ്ടായ ബാക്കിയുള്ള കേരള കോൺഗ്രസുകൾ ഇതെല്ലാം കൂടി ചേർന്ന് നിന്നാൽ മാത്രമാണ് UDF ശക്തമാകാൻ പറ്റും. UDF പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താ? കുഞ്ഞു പാർട്ടികൾ ചേർന്ന വലിയ പാർട്ടി, അതാണ് ഈ വലിയ സംവിധാനം, അതാണ് UDF. അന്ന് CPമാരൊക്കെ കളിയാക്കി ഇവന്മാര് വഴിയെ പോയവനെയൊക്കെ പിടിച്ചു വെച്ചേക്കാണ്. ഇപ്പോൾ UDF രാഷ്ട്രീയ പാർട്ടി കൂടുതലുള്ളത് എവിടെയാ? നമ്മുടെ LDF ഇടതുപക്ഷത്താണ്. അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച ഗണേശന്റെ പാർട്ടിക്ക് പോലും അവിടെ LDF എടുത്തിട്ടുണ്ട്. ഇപ്പൊ ഗണേശൻ വന്നാൽ എടുക്കൂ? അല്ല, അത് ഞാൻ പറയാം, ആ വിഷയത്തിൽ ഞാൻ വരാം. അവിടെ പോലും LDF എടുത്തിട്ടുണ്ട്. പക്ഷേ 10-25 വർഷമായി MLA ആയി തുടരുന്ന താൻ വിശ്വസിച്ച പ്രസ്ഥാനം മുഴുവനായി UDF പോയിട്ടും ഞാൻ LDF തന്നെ നിൽക്കുകയാണെന്ന് പറഞ്ഞ് സ്വന്തമായ ഒരു പാർട്ടി ഉണ്ടാക്കിയ കോവൂർ കുഞ്ഞുമോനെ ഇവർ LDF എടുത്തിട്ടില്ല.
കോവൂർ കുഞ്ഞുമോന്റെ RSP ലെനിനിസ്റ്റിനെ ഇവര് LDF എടുത്തിട്ടില്ല. കുഞ്ഞുമോൻ ജാതിയിൽ താഴ്ന്ന ആളായതാണോ ഈ പ്രശ്നമെന്ന് ചോദിച്ചാൽ, ഗണേശനെ പോലെ നായരല്ലല്ലോ കുഞ്ഞുമോൻ, എന്ന് ചോദിച്ചാലും ആർക്കും കുറ്റം പറയാൻ പറ്റത്തില്ല. ഇതെല്ലാം കൊല്ലത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളായതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. നോക്കൂ, UDF സംബന്ധിച്ചിടത്തോളം ജോസ് കെ മാണി വിഭാഗം, അതായത് ഔദ്യോഗിക കേരള കോൺഗ്രസ് എം UDF ഭാഗമായി നിന്നാൽ വലിയ മുന്നേറ്റം UDF കേരളത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അത് തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. പക്ഷേ എന്തിനായിരുന്നു ഈ പറയപ്പെടുന്ന ജോസ്മോനും സംഘവും LDF പോയത് എന്ന ചോദ്യത്തിന് ഉത്തരവില്ല. നോക്കൂ, മാണിസാറ് കയ്യിൽ നിധി പോലെ സൂക്ഷിച്ച പാല വരെ കൊണ്ട് കളഞ്ഞില്ലേ? തീർച്ചയായും. ഇനി ഇവര് UDF വെക്കുമ്പോൾ ഇവർ വെക്കുന്ന ഡിമാൻഡ് കടുത്തുരുത്തി സീറ്റും പാലാ സീറ്റുമാണ്. നിയമസഭയിൽ ഈ 2 സീറ്റുകളാണ് കേരള കോൺഗ്രസ് എം വേണമെന്ന് വാശി പിടിക്കുന്നത്. ഇത് വാശി പിടിക്കുമ്പോൾ കേരള കോൺഗ്രസ് ഈ പറയപ്പെടുന്ന പാലായിൽ ഇപ്പോഴത്തെ എം എൽ എയുടെ പേര് മാണി സി കാപ്പൻ എന്നാണ്. LDF MLA സ്ഥാനാർത്ഥിയായി നിന്ന് ജയിക്കുകയും പിന്നീട് വന്ന തെരഞ്ഞെടുപ്പിൽ LDF വിട്ട്, അതായത് മാണി കോൺഗ്രസ് ഈ ജോസ് കെ മാണി വിഭാഗം UDF പോയി ജോസ് കെ മാണി അവിടെ സ്ഥാനാർത്ഥിയാകുമ്പോൾ അതിനോടുള്ള പ്രതിഷേധത്തെ തുടർന്ന് മാണി സി കാപ്പൻ UDF വന്നു. ഇപ്പോ ഈ സീറ്റ് എന്തിന്റെ പേരിലായാലും, എന്ത് നേട്ടത്തിന്റെ പേരിലായാലും മാണിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ, അതായത് മാണി കോൺഗ്രസിന് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് മാണി സി കാപ്പനോട് കാണിക്കുന്ന വലിയ നന്ദികേടാവും. അതിന് UDF തയ്യാറാകില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പകരം അവർ ഉപാധികൾ വെക്കുന്നുണ്ട്. മുസ്ലിം ലീഗാണ് ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ UDF എത്തിക്കാനുള്ള ചരടുവലി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിടത്തോളം UDF വിട്ട് അവർക്കൊരു മാറ്റമില്ല. കോൺഗ്രസ് കഴിഞ്ഞാൽ അവർ ഏറ്റവും വലിയ ഒരു കാര്യം, ഈ മലയോര മേഖലകളിൽ ഏറ്റവും കൂടുതൽ ഈ കേരള കോൺഗ്രസിന്റെ പ്രവർത്തനം കൂടുതലല്ലേ? അപ്പൊ അത് ലക്ഷ്യമാക്കി ആയിരിക്കുമല്ലോ ശരിക്കും ഈ UDF ഒരു കേന്ദ്രങ്ങൾ. കാര്യം മലയോര മേഖലയിൽ ഇവർക്ക് വേണ്ടത്ര പിന്തുണ കുറഞ്ഞു എന്നുള്ള സംശയത്തിലായിരിക്കും. അല്ല, ഉറപ്പായും UDF സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം ഈ 99 സീറ്റിലേക്ക് LDF എത്തിയത് അതിൽ മാണി കോൺഗ്രസിനുള്ള പങ്ക് വളരെ വലുതാണ്. ഇപ്പൊ UDF സംവിധാനത്തിൽ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, അത് കഴിഞ്ഞാൽ മൂന്നാമത്തെ പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ മാണി കോൺഗ്രസ് ആയിരുന്നു. ആ മൂന്നാമനെയും കൂടി തിരികെ കൊണ്ടുവന്നാൽ UDF പ്രബലമാകും. മധ്യ കേരളത്തിൽ കൂടി ഇത് പ്രബലമാവുകയാണ്. മധ്യ കേരളത്തിലും തെക്കൻ കേരളത്തിലും ഇത് പ്രബലമായ പ്രസ്ഥാനമായി UDF മാറി. ഇപ്പം പ്രബലം അല്ല എന്നല്ല ഞാൻ പറയുന്നത്. വോട്ട് ഷെയർ വർദ്ധിക്കും, അവിടെ സീറ്റുകൾ കൂടുതൽ വാങ്ങിയെടുക്കാൻ സാധിക്കും. മാണിയുടെ ഒരു സപ്പോർട്ട്. ഈ കുഞ്ഞു കുഞ്ഞു പാർട്ടികളുടെ പ്രശ്നം എന്താണെന്നറിയോ? ഇവർക്ക് ജയിപ്പിക്കാൻ പറ്റില്ലെങ്കിലും തോപ്പിക്കാൻ പറ്റും. അതെ അതെ. പല സ്ഥാനാർത്ഥികൾ ഇപ്പം കേരള കോൺഗ്രസ് ബിയുടെ കേസ് നേരത്തെ പറഞ്ഞു, ഗണേഷ് കുമാറിന്റെ പാർട്ടിയുടെ. എൻ്റെ പത്തനാപുരം നിയോജകമുള്ള താമസക്കാരനാണ് ഞാൻ. അവിടെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ കേരള കോൺഗ്രസ് ബി UDF നിൽക്കുന്ന പല വാർഡുകളും ജയിക്കുമായിരുന്നു. ഇപ്പം UDF സ്ഥാനാർത്ഥികൾക്ക് തോറ്റു പോകുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഒരു 300 വോട്ട് അപ്പുറത്തേക്ക് പോയാൽ നമ്മുടെ ഒരു 600 വോട്ടിന്റെ ഗുണമാണ് അവിടെ ചെയ്യുന്നത്, മറ്റുള്ളവർക്ക് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാൽക്കുലേഷൻ വരുമ്പോൾ ഇവർക്ക് തോപ്പിക്കാൻ പറ്റും. അപ്പോൾ ഈ മാണി കോൺഗ്രസിനെ കൂടെ ചേർത്താൽ കൃത്യമായി ഭരണം പിടിക്കാൻ പറ്റുമെന്ന മുസ്ലിം ലീഗിന്റെ ചരടുവലിയാണ്. ഇതിന് പ്രത്യുപകാരമായി മുസ്ലിം ലീഗ് ഓഫർ ചെയ്തേക്കുന്നത് എന്താ? ജോസ് കെ മാണിയെ മലബാർ മേഖലയിൽ എവിടെയെങ്കിലും കൊണ്ടുപോയി മത്സരിപ്പിച്ച് ജയിപ്പിക്കാവുന്ന. അവർക്ക് മലബാർ മേഖലയിലും അവർക്ക് ഒരു സീറ്റുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ നിർത്തി ജയിപ്പിക്കാം, മുസ്ലിം ലീഗ് അവരുടെ ആളായി നിർത്തി ജയിപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ടും ഇവരിപ്പോൾ പറയുന്നത് എന്താ? ഞങ്ങൾക്ക് പാല കൂടി വേണം. പാല ഞങ്ങളുടെ പ്രസ്റ്റീജ്. 10 വർഷമായി പാല പോയിട്ട് നിങ്ങളുടെ എന്തോന്ന് പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ്. CPM കൂടെ ഒന്നും കിട്ടില്ല. നോക്കൂ, ഈ നവകേരള യാത്ര നടത്തി കോട്ടയത്തെത്തിയപ്പോൾ ഈ നമ്മുടെ അവിടുത്തെ MP ചാഴിക്കാട്, എക്സ് എം പി ചാഴിക്കാടൻ അവിടെ ചെന്ന് ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു അതൊക്കെ അങ്ങോട്ട് മാറി വയ്ക്കാം. അത്രയും വില ഇവർക്കൊക്കെ പിണറായി വിജയൻ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ആ വേദിയിൽ വെച്ച് അവിടുത്തെ സിറ്റിംഗ് എം പിയെ കളിയാക്കി വിട്ടു. അതിന് ജനം ഇത് കണ്ടുകൊണ്ടിരിക്കുക. ഇവിടെ മുന്നണിയുടെ നേതാവിന് വേണ്ടാത്ത MP ഞങ്ങൾക്കും വേണ്ട എന്ന് കോട്ടയംകാർ തീരുമാനിച്ചു. ദയനീയമായി പരാജയപ്പെട്ടു. ലോക്സഭയിലെ വോട്ട് ഷെയർ കുറഞ്ഞു. ലോക്സഭയിലേക്ക് മാണി വലിയ പ്രതീക്ഷ വെച്ച സ്ഥാനാർത്ഥി തോറ്റു. ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ ജോസ് കെ മാണി തെക്ക് വടക്കം നടക്കുന്നു. ഇനി ഇവർക്ക് UDF വരികയല്ലാതെ വേറൊരു കാര്യമില്ല. LDF പോകുമ്പോൾ നോക്കൂ, സരിൻ LDF പോയി കഴിഞ്ഞിട്ട് ഔദ്യോഗികമായി CPM മെമ്പറായി കഴിഞ്ഞപ്പോൾ സരിൻ പറഞ്ഞത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി അല്ല രാഷ്ട്രീയ പ്രവർത്തനം. ഇവിടെ കോൺഗ്രസ് നിൽക്കുമ്പോൾ നിനക്ക് സ്ഥാനം വേണം, മാനം വേണം. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഉമ്മാർക്ക് ആർക്കും ഇതൊന്നും വേണ്ട. ഗണേശൻ ആദ്യത്തെ 5 വർഷം മന്ത്രിയാവാതെ ഇരുന്നു. പിന്നെ 2.5 വർഷം കാത്തിരുന്നു. 7 വർഷത്തിന് ശേഷമാണ് ഗണേശൻ LDF മന്ത്രിയാവാൻ പറ്റിയത്. UDF അവിടെ പാലം വലിക്കും, മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പ്രസംഗിക്കും. ഇതൊന്നും LDF പോകുമ്പോൾ വേണ്ട. പേടിയാ. ആരെയായി പേടിക്കുന്ന ഒരാളെ ഉള്ളൂ പേടി. എന്തോ ഇയാളെ ഇരിക്കുന്നതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തത്. അയാളെ പേടിപ്പിച്ച ഒരാളെ ഉള്ളൂ, അത് മരുമോന മുഹമ്മദ് റിയാസ. തീർച്ചയായും കാര്യം സാധിച്ചെടുത്തു, മകളെ കല്യാണം കഴിച്ചു. പിന്നെ അത് അവരുടെ വ്യക്തിപരമായ കാര്യം. മന്ത്രിസ്ഥാനം വാങ്ങിച്ചെടുത്തു. അത് കേരളത്തിൽ പ്രബലമായ 2 വകുപ്പുകൾ വാങ്ങിച്ചെടുത്തു. അദ്ദേഹത്തിന്റെ കാലശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. കൂട്ടിയെ കൂടുമെന്ന് എനിക്ക് അറിയത്തില്ല. നോക്കൂ, അത് പോട്ടെ, അത് അവരുടെ കുടുംബവിഷയം പറഞ്ഞ് നമ്മൾ കാട് കയറിപ്പോണ്ട. ഇപ്പോൾ UDF ഈ പറയപ്പെടുന്ന പഴയ പ്രബല ശക്തികളെയൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ടത് ആവശ്യം തന്നെയാണ്.
അതിന് പക്ഷേ ജോസ്മോൻ പറയുന്ന എല്ലാ ഡിമാൻഡുകളും അംഗീകരിച്ച് നിരുപാധികം ജോസ്മോന്റെ കാലേ വീണ് കൊണ്ടുവരേണ്ട കാര്യമൊന്നുമില്ല. അങ്ങനെയാണെങ്കിൽ അത് ജോസഫിനോടും ഈ പറയപ്പെടുന്ന മാണി സി കാപ്പനോടും ചെയ്യുന്ന വലിയ തെറ്റായിരിക്കും. UDF തെറ്റുകൾ ആവർത്തിക്കപ്പെടാതിരിക്കട്ടെ, പഴയ UDF ആയി നിലനിൽക്കട്ടെ, അവര് പ്രബലന്മാരായി വളരട്ടെ, ഭരണമാറ്റം ഉണ്ടാകണം. അത് കോൺഗ്രസിനോടോ CPM-നോടോ BJP-യോടുള്ള സ്നേഹം കൊണ്ടോ എതിർപ്പ് കൊണ്ടോ പറയുന്നതല്ല. ജനാധിപത്യം പുലരണം. കേരളത്തിലെ ഈ രാഷ്ട്രീയക്കാരെല്ലാം പേടിച്ചുകൊണ്ടിരുന്ന 5 വർഷം കഴിയുമ്പോൾ ഭരണമാറ്റം ഉണ്ടാകുന്നതാണ്. പക്ഷേ ഈ കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്നലെ വയനാട് നടന്നൊരു സംഭവം, വയനാട് ദുരന്തത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹിക്കുന്ന പരിഗണന കിട്ടുന്നില്ല, അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു യുവജനങ്ങളുടെ പ്രതിഷേധം ഉണ്ടാകും, ഒരു പാർട്ടി പ്രതിഷേധം ഉണ്ടാകും. ജഷീർ പള്ളിവേൽ അങ്ങനെയാണ് അയാളുടെ പേര്, ജംഷീർ പള്ളിവേൽ. അദ്ദേഹം അവിടുത്തെ ഒരു ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പറാണ്, ജനപ്രതിനിധിയാണ്. അപ്പോൾ സ്വാഭാവികമായും ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അവിടുത്തെ സുൽത്താൻ ബത്തേരിയിലെ CIക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റില്ല. മാത്രമല്ല ജംഷീർ പള്ളിവേലിനെ എല്ലാവർക്കും അറിയാം, കാരണം കോൺഗ്രസ് സമര മുഖങ്ങളിലെ തീപ്പൊരി നേതാവാണ്. പുള്ളി സുധാകരൻ്റെ പയ്യനാണ്. സുധാകരനെ പോലെ തന്നെ പ്രസംഗിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നേതാവാണ്. അടിച്ച് പൊളിച്ച് മുതുകൊക്കെ പൊളിച്ച് വെച്ചെന്ന് കണ്ട നമുക്ക് കരച്ചിൽ വരും. ഒരു BJP-കാരനും കരച്ചിൽ, ഇങ്ങനെ അടിക്കാമോ ഒരു മനുഷ്യനെ? ഒരു CI അടിച്ചു വെച്ചേക്കാം. എന്തുകൊണ്ടാ? ഞങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്, 5 വർഷം കഴിഞ്ഞാൽ അടുത്ത വർഷം ഞങ്ങളുടെ സർക്കാരാണ് ഭരിക്കുന്നത്, ഞങ്ങളെ സംരക്ഷിച്ചോളും. ഈ ഒരു ചിന്ത കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യുമ്പോഴാണ് കേരള പോലീസിന്റെ നരനായരായിട്ട്, എടാ നീ അടിച്ചോ, മുട്ടിന് നാളെ അടിച്ചവനെ ഓടി, അടിച്ചു പൊളിക്കുക, കയ്യെ കിട്ടുന്നവനെ അടിച്ച് നശിപ്പിക്കുക. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞത് ഭരണത്തുടർച്ച കൊണ്ടുണ്ടാകുന്ന അഹങ്കാരം ജനപ്രതിനിധികൾക്കും മന്ത്രിമാർക്കും മാത്രമല്ല, അവരുടെ യൂണിയനിൽപ്പെട്ട ഉദ്യോഗസ്ഥർക്കുണ്ട്. അഴിമതി വളരെ അങ്ങനെ ഒരുപാട്. കേരളത്തിൽ ഇതുവരെ സംഭവിക്കാത്തൊരു സാധനം ഈ തുടർഭരണം കൊണ്ടുവന്ന് ഇവന്മാർ കയ്യിൽ വെച്ചു കൊടുക്കും. അത് കിറ്റിലും പെൻഷനിലും. തീർച്ചയായിട്ടും ഈ തുടർഭരണം കിട്ടിയതുകൊണ്ടാണ്, അതിനുശേഷമാണ് ഈ ബെൻസുകാരുള്ളവരൊക്കെ പെൻഷൻ വാങ്ങിച്ചു തുടങ്ങി. ബെൻസുകാർ BMW ഉള്ളവന് പെൻഷൻ. ഈ ആരാണ്ട് പറയുന്നത് കേട്ടോ, ഈ മുഖ്യമന്ത്രി പിണറായി വിജയനും മുഹമ്മദ് റിയാസിനും വരെ കമല ചേച്ചിക്ക് ഉണ്ടെന്നോ ക്ഷേമ പെൻഷൻ ഉണ്ടെന്നാ കേട്ടെ. ഇനി അതൊന്ന് പരിശോധിക്കട്ടെ. അത്ഭുതപ്പെടാനൊന്നുമില്ല. 36ഓളം പേരുടെ ലിസ്റ്റാണ്. ലിസ്റ്റ് ഒന്നും വെളിപ്പെടുത്തിയിട്ടില്ല. 36 പേർക്ക് എതിരെ നടപടി എടുക്കുമെന്ന് പറഞ്ഞു. ആ ലിസ്റ്റ് എന്താണ് അവർ പുറത്തുവിടാൻ പറ്റത്തില്ലായിരിക്കും. നോക്കൂ, ഇവരുടെയൊക്കെ രാഷ്ട്രീയം ഇപ്പോ കൊല്ലത്തിപ്പോ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് ഒരു പെണ്ണുപിടിയെ വെച്ചാലല്ലേ പ്രശ്നം നടന്നത്. ബാർ മുതലാളിയെയും കുബേര കേസിൽപ്പെട്ടവനെയും പ്രതിയായ ഈ മന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്ക്. സ്വന്തം പേരിലല്ലെങ്കിലും ഇവന്റെയൊക്കെ ബിനാമി ഇടപാടുകൾ, ഇവന്റെയൊക്കെ കുടുംബത്തിന്റെ ഇടപാടുകൾ ഒന്ന് പരിശോധിക്കണം. പരിശോധിക്കുമ്പോൾ അറിയാം, എടാ ഇത് LC-യിലുള്ളത് ചെറുത്, മേളിയിരിക്കുന്നതാണ് വലുത്. അതിനെതിരെ പ്രതിഷേധിക്കാൻ ആരുമില്ല. ചങ്കൂറ്റുള്ള ചങ്കുറപ്പുള്ള കുറെ സഖാക്കന്മാർ കൊല്ലത്തുണ്ടായി. അതെനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളൂ. പ്രതികരിക്കാൻ ശേഷിയുള്ള ഒരു രാഷ്ട്രീയ കേരളത്തിൽ ജീവിക്കുന്ന ഏതൊരാൾക്കും ജീവിതത്തിന്റെ എപ്പോഴെങ്കിലും ഒരു ഘട്ടത്തിൽ ഞാൻ വിശ്വസിക്കുന്നതാണ്, അതായത് തീവ്രമായ കോൺഗ്രസ്സുകാരൻ്റെയോ തീവ്രമായ BJP-കാരൻ്റെയോ മക്കളല്ലാതെ സാധാരണ കുടുംബങ്ങളിൽ പിറക്കുന്ന ആളുകളുടെ മനസ്സിൽ എപ്പോഴെങ്കിലും ഈ കമ്മ്യൂണിസം കടന്നു കയറിയിട്ടുണ്ടാവും. തീർച്ചയായും ഒരു പാർട്ടി കുടുംബത്തിലൊന്നും ജനിക്കണ്ട, ഒരു നിഷ്പക്ഷ കുടുംബത്തിൽ ജനിച്ചൊരു പയ്യന്റെ ഏതെങ്കിലും ഒരു പഠനകാലത്ത് കമ്മ്യൂണിസം എന്ന വികാരം മനസ്സിലുണ്ടായി. ഒരിക്കലെങ്കിലും അവൻ മനസ്സുകൊണ്ടെങ്കിലും ഈ ഇൻക്ലാബ് സിന്ദാബാദ് എന്ന് വിളി, അത് കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണ്. സിന്ദാബാദ് അവൻ വിളിച്ചിട്ടുണ്ടാവും. അവരൊക്കെ പിന്നീട് എന്താ അങ്ങോട്ട് പോവാത്തെ? വേറെ പാർട്ടി പോകുന്നത് എന്താ? ഇത് കാണുക, തലയ്ക്കകത്ത് മറ്റേ കളിമണ്ണിന് പകരം തലച്ചോറിരിക്കുന്നോണ്ടാ പോവാത്തെ. തീർച്ചയായിട്ടും അത് ആ പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രങ്ങളോടുള്ള എതിർപ്പല്ല, അവിടുത്തെ ഇന്നിന്റെ നേതാക്കന്മാരുടെ പ്രവൃത്തി ദോഷമാണ്. നോക്കൂ, MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നവീൻ ബാബുവിന്റെ മരണത്തിൽ കുടുംബത്തിനോടൊപ്പമാണ് CBI അന്വേഷണം വേണ്ട, CBI കൂട്ടിലടച്ച തത്തയാണ്. എടാ, നിങ്ങൾ നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം ആണെങ്കിൽ നിങ്ങൾ CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നേ. തീർച്ചയായും ജനങ്ങൾ 2 കൈയടിച്ച് സ്വീകരിക്കില്ലേ? എന്താ പറ്റാത്തെ? അത് നവീൻ ബാബുവിന്റെ കുടുംബത്തിനൊപ്പം അല്ല. ഈ ചരട് വിളിച്ച് ഏറ്റവും ഒടുവിൽ പോയി കഴിഞ്ഞാൽ ആ ചരടിന്റെ അറ്റത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ട്. എല്ലാ കേസുകളുടെയും പ്രശ്നം അതാ. അല്ല, നമ്മൾ വിചാരിക്കും ഇവിടെ സിമ്പിളായിട്ട് പരിഹരിക്കാവുന്ന ഒരു വിഷയമാണല്ലോ. അങ്ങനെ പരിഹരിക്കാൻ പറ്റത്തില്ല. അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ നവീൻ ബാബു കേസിൽ അങ്ങനെ ചരട് വലിച്ച് പറ്റത്ത് ചെന്നാൽ വലിയ അഴിമതികളുടെ കഥകൾ പുറത്തു വരും എന്നുള്ളത് തന്നെയാണ്. എന്തായാലും കേരള കോൺഗ്രസും UDF-ലേക്ക് തിരിച്ചു വരട്ടെ. അത് വ്യക്തിപരമായി അല്ലെങ്കിൽ ഇവിടുത്തെ കേരള രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളെന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. ജോസ്മോനും നല്ലതാണ്, UDF-ന് നല്ലതാണ്. UDF പ്രബലമാവട്ടെ, ജോസ്മോനും പ്രബലനാവട്ടെ.